ഈ കേരളത്തിൽ എങ്ങനെയാണ് ജനങ്ങൾ ജീവിക്കുന്നത്? വളരെ രൂക്ഷമായ വിലക്കയറ്റമുണ്ട്, വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, തൊഴിലില്ലായ്മയുണ്ട്, ക്ഷേമ പെൻഷനുകൾ കിട്ടുന്നില്ല, ശമ്പളം തന്നെ കിട്ടുന്നില്ല, മറ്റു പെൻഷനുകൾ കിട്ടുന്നില്ല, മറ്റു ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. ചികിത്സാ ധനസഹായങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നതുണ്ട്, അതൊന്നും കിട്ടുന്നില്ല. ഖജനാവിൽ പണമില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. ഈ കേരളത്തിലെ വോട്ട് ചെയ്യാൻ വിധിക്കപ്പെട്ട 3.5 കോടി ജനങ്ങളാണോ ഖജനാവിൽ പണം തീർത്തത്? അതോ ഇവിടെ ഭരിച്ചിട്ടുള്ള ഭരണാധികാരികളോ? പിണറായി മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതിന്റെ തൊട്ടു തലേന്ന് കേരളത്തിന്റെ പൊതുകടം എത്രയാണ്, ഇപ്പോ എത്രയാണ്? നിങ്ങൾ തന്നെ ആലോചിക്കൂ, സഖാക്കൾ തന്നെ ആലോചിക്കൂ. ഈ കഴിഞ്ഞ 7.5-8 വർഷം കൊണ്ട് ഇത്രയധികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഇത്രയധികം കടം വരുത്തി വെച്ചത് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളാണോ അതോ പിണറായി മന്ത്രിസഭയാണോ? ഇപ്പോ അവരാണ് ഭരിക്കുന്നത്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ വർത്തമാനങ്ങളൊക്കെ കേട്ടാൽ തോന്നും ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഖജനാവിലെ പണം ഓരോന്നോരോന്നായി എടുത്തുകൊണ്ട് പോകുന്നു എന്ന്.